രാജാവിനും വെള്ളത്തിനും നിശ്ചലാവസ്ഥ പാടില്ലെന്നാണ്. വെള്ളം കെട്ടി നിന്നാൽ അത് മലിനമാകും. രാജാവ് നിശ്ചലനായാൽ അദ്ദേഹത്തിൻ്റെ ശക്തി ക്ഷയിക്കുകയും ചെയ്യും. ഇന്ത്യ കണ്ട ഭരണാധികാരികളിൽ പ്രഗത്ഭനായ ഒരാളാണ് ഔറംഗസീബ് ആലംഗീർ. അദ്ദേഹത്തെ നമ്മളിവിടെ സ്മരിക്കുന്നതിന് മറ്റൊരു കാരണവുമുണ്ട്. കഴിഞ്ഞ മാർച്ച് അവസാനമാണ് രാജ്യത്തെ തീവ്ര വലതുപക്ഷം മഹാരാഷ്ട്രയിലെ ഗുൽദാബാദിലെ ഔറംഗസീബിൻ്റെ ഖബറിടം പൊളിച്ചു നീക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. അവരതിന് പറയുന്ന കാരണം ഔറംഗസീബിൻ്റെ ഭരണകാലത്ത് 49 വർഷം നീണ്ടുനിന്ന അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് ഹിന്ദുക്കളോട് ഹൈന്ദവരോട് വിവേചനം കാട്ടിയെന്നും ക്ഷേത്രങ്ങൾ നശിപ്പിച്ചു എന്നും വസ്തുതാ വിരുദ്ധമാണത്. അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്കത് ബോധ്യപ്പെടുകയും ചെയ്യും. മതസഹിഷ്ണുതയുടെ വക്താവായിരുന്നു ഔറംഗസീബ്. അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥരിൽ പകുതിയോളവും ഹൈന്ദവരായിരുന്നു. അവർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ അവരുടെ മക്കളെ സംരക്ഷിക്കുകയും അവർ തുടർന്നിരുന്ന മതവിശ്വാസമനുസരിച്ച് ജീവിക്കാൻ അവരെ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് അദ്ദേഹം ഭൂസ്വത്ത് നൽകിയിരുന്നു, പാരിതോഷികൾ നൽകിയിരുന്നു. രാജ്യത്ത് പലയിടങ്ങളിലും ഹൈന്ദവ ക്ഷേത്ര പൂജാരികളുടെ കൈവശം ഇപ്പോഴും മുഗൾ ചക്രവർത്തിയായിരുന്ന ഔറംഗസീബിൻ്റെ രാജകൽപ്പനകളുണ്ട്. അദ്ദേഹം ക്ഷേത്രങ്ങൾക്ക് കൈമാറിയ ഭൂസ്വത്തുക്കളുടെയും പാരിതോഷികങ്ങളുടെയും രേഖയാണിത്. അലഹബാദിലെ സോമനാഥ് ക്ഷേത്ര പൂജാരിയുടെ കൈവശം അത്തരത്തിൽ ഒന്ന് ഇപ്പോഴുമുണ്ട്. അങ്ങനെ പലയിടങ്ങളിലുമുണ്ട്. അപ്പോൾ മതസഹവർത്തിത്വത്തിൻ്റെ നിദർശനം ഔറംഗസീബിൻ്റെ ഭരണകാലത്ത് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. ബംഗാളിലും അസമിലും ഹൈന്ദവ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ബുദ്ധർക്ക് ഭൂസ്വത്ത് നൽകുകയും ചെയ്തിരുന്നു എന്ന് ആലംഗീർ നാമയിൽ നമുക്ക് കാണാൻ പറ്റും. ഔറംഗസീബിൻ്റെ ചരിത്രം പറയുന്ന ഗ്രന്ഥമാണ് ആലംഗീർ നാമ. ഔറംഗസീബിൻ്റെ ഭരണകാലത്ത് ഹിന്ദു മുസ്ലിം കലാപങ്ങൾ ഇല്ലായിരുന്നു എന്ന് മഹാത്മജി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതുപോലെ ഔറംഗസീബിന് ജോലി ചെയ്യേണ്ടിയിരുന്നില്ല, പക്ഷേ അദ്ദേഹം തൊപ്പി തുന്നി ജീവിച്ചു എന്ന് നവ്ജീവനിൽ ഗാന്ധിജി എഴുതുക മാത്രമല്ല പല സന്ദർഭങ്ങളിലായി അക്കാര്യം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത്രമേൽ മത സഹവർത്തിത്വത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ വലിയ മാതൃക സൃഷ്ടിച്ച ഭരണമായിരുന്നു ഔറംഗസീബ് നടത്തിയിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിനെതിരെ തെറ്റുദ്ധാരണ പടർത്തുന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ നേരത്തെ തന്നെ രാജ്യത്തെ തീവ്ര വലതുപക്ഷം നടത്തി വരുന്നുണ്ട്. അദ്ദേഹം തികഞ്ഞ മതഭക്തനായിരുന്നു എന്നത് നമ്മൾ ശ്രദ്ധേയമായ ഒരു സംഗതിയായിരുന്നു. ഭരണം ഏറ്റെടുത്തതിനു ശേഷമാണ് അദ്ദേഹം ഖുർആൻ മനഃപ്പാഠമാക്കുന്നത്. വലിയ സൂഫി വര്യന്മാരുമായി അദ്ദേഹത്തിന് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു. തമിഴ്നാട്ടിലെ കീഴക്കര കേന്ദ്രീകരിച്ച് മതപ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്ന സ്വതഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹുമായിട്ട് അദ്ദേഹത്തിന് വലിയ ആത്മീയ ബന്ധമുണ്ടായിരുന്നു. കുതുബിയത്തിൻ്റെയും അല്ലഫ് അലിഫിൻ്റെയൊക്കെ രചയിതാവാണല്ലോ അവർ. ഔറംഗസീബിൻ്റെ പിതാവ് നിർമ്മിച്ച ഡൽഹി ജുമുഅ മസ്ജിദിൽ വെച്ചാണ് സ്വതഖത്തുല്ലാഹിൽ കാഹിരി റളിയല്ലാഹു അൻഹുവിനെ ചക്രവർത്തി കണ്ടുമുട്ടുന്നത്. അന്നു തുടങ്ങിയ ബന്ധം മഹാന്റെ വഫാത്ത് വരെ നീണ്ടു നിന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും. ഔറംഗസീബ് വളരെ സ്നേഹത്തോടെയാണ് പ്രജകളെ കാണുകയും സമീപിക്കുകയും ചെയ്തിരുന്നത്. ദിവസം 3 മണിക്കൂർ മാത്രമായിരുന്നു ഉറങ്ങിയിരുന്നത്. സമയത്തിൻ്റെ സിംഹഭാഗവും ഭരണത്തിനും ആരാധനയ്ക്കും വേണ്ടി ചെലവഴിച്ചു. ലളിത ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. വിനയാന്വിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെ കഷ്ണം വെച്ച വസ്ത്രം ധരിച്ച് സാധാരണ ഭക്ഷണം വഹിച്ച് സാധാരണ പൗരന്മാരെ പോലെ ജീവിച്ചു. ഭരണം അദ്ദേഹം തൻ്റെ ഉത്തരവാദിത്തമായി കണ്ടു. അതുകൊണ്ട് ഖജനാവിൽ നിന്ന് ഒരു ചില്ലിക്കാശ് കൈപ്പറ്റിയില്ല. തൊപ്പി തുന്നിയും ഖുർആൻ പകർത്തി എഴുതിയുമാണ് തനിക്ക് ജീവിക്കാനുള്ള വക കണ്ടെത്തിയത്. അത്രമേൽ ഉദാത്തമായ ഒരു ഭരണകർത്താവിൻ്റെ മാതൃക കാണിച്ചു തന്ന, രാജ്യത്തിന് എന്നും മുന്നിൽ വെക്കാൻ പറ്റിയ ഭരണാധികാരിയാണ് ഔറംഗസീബ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിതാവായിരുന്ന
മുഗൾ ചക്രവർത്തികളിലെ പ്രമുഖനായിരുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ ജീവിത രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ഔറംഗസീബിൻ്റെ ജീവിതം. അതിൻ്റെ ഏറ്റവും പ്രധാന തെളിവാണ് ഷാജഹാൻ ചക്രവർത്തിയാണല്ലോ താജ്മഹൽ നിർമ്മിച്ചത്. ആ താജ്മഹൽ നിർമ്മിച്ച യമുന നദിയുടെ മറുകരയിൽ താജ്മഹലിന് സമാനമായ മറ്റൊരു സൗധം നിർമ്മിക്കണമെന്ന ആഗ്രഹം ഷാജഹാൻ ചക്രവർത്തിക്കുണ്ടായിരുന്നു. അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തിരുന്നു. രണ്ട് നിർമ്മിതികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനുള്ള പാലത്തിൻ്റെ പണി നടക്കുന്നതിനിടയിലാണ് ഔറംഗസീബ് അധികാരത്തിലേറുന്നത്. അങ്ങനെ അധികാരത്തിലേറിയ ഔറംഗസീബ് ജനോപകാരപ്രദമല്ലാത്ത ഇത്തരം നിർമ്മിതികൾ പൊതുപണം ഉപയോഗിച്ച് നടത്തുന്നതിനെതിരെ നിലപാട് സ്വീകരിക്കുകയും അത്തരത്തിൽ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. അങ്ങനെ പാലം പണിയുന്നതിൻ്റെ വശങ്ങളിൽ പതിപ്പിച്ചിരുന്ന വെള്ളികൾ അടർത്തിയെടുത്ത് അതുകൊണ്ട് നാണയം നിർമ്മിക്കാനും ആ നാണയങ്ങൾ ഉപയോഗിച്ച് പാലങ്ങളും റോഡുകളും പണിയാനുള്ള ചരിത്രപരമായ ഉത്തരവ് അദ്ദേഹം നൽകിയത് ചരിത്രത്തിൽ നിന്നും വായിച്ചെടുക്കാൻ പറ്റും. നിരവധി ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തി. രാജ്യത്തുടനീളം അനാഥകളെയും അഗതികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എത്രയോ മന്ദിരങ്ങൾ നിർമ്മിച്ചു. വഴിയാത്രക്കാർക്ക് സൗജന്യ ഭക്ഷണവും താമസവും നൽകി. ആരാധനാലയങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ നൽകി. കൃഷിയോഗ്യമല്ലാത്ത ഇടങ്ങൾ കണ്ടെത്തി അത് തരിശായി കിടക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുകയും ആ ഭൂമികളെ ഫലഭൂയിഷ്ടമാക്കാൻ വേണ്ടത് ചെയ്ത് കർഷകർക്ക് കൈമാറുകയും ചെയ്തു. ഇത്രമേൽ ജനകീയമായ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങൾ ഔറംഗസീബിൻ്റെ ജീവിതകാലത്ത്, അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോൾ രാജ്യത്തിന് ഏറ്റവും ഉദാത്തമായ ഒരു ഭരണരീതിയാണ് അദ്ദേഹം സമ്മാനിച്ചത്. ഭരണത്തിൽ പല പരിഷ്കരണങ്ങളും അദ്ദേഹം നടത്തി. രാജഭരണത്തിൻ്റെ വലിയ ദൂഷ്യങ്ങളിലൊന്ന് അവിടെ രാജകുടുംബാംഗങ്ങൾക്ക് നിയമം ബാധകമല്ല എന്നതാണ്. അത് അദ്ദേഹം എടുത്തുമാറ്റി. അതുകൊണ്ട് രാജകുടുംബത്തിലെ അംഗങ്ങൾ, ഉന്നത ശ്രേണിയിലുള്ള ആളുകൾ കുറ്റകൃത്യം ചെയ്യാൻ ഔറംഗസീബിൻ്റെ കാലത്ത് ഭയപ്പെട്ടു. കൊട്ടാരം കവികളെ, സ്തുതിപാഠകരായ കൊട്ടാരം കവികളെ അദ്ദേഹം അകറ്റി നിർത്തി. അതുപോലെ ജരോഗാ ദർശൻ എന്ന് പറയുന്ന സംവിധാനം അദ്ദേഹം നിർത്തലാക്കി. രാവിലെ ചക്രവർത്തി പ്രജകൾക്ക് മട്ടുപ്പാവിൽ വെച്ച് അവർക്ക് മുഖം നൽകുന്ന രാജകീയമായ പരിപാടിയായിരുന്നു ജരോഗാ ദർശൻ. അദ്ദേഹം അത് നിർത്തലാക്കി. അങ്ങനെ സാധാരണക്കാരായ ആളുകൾക്ക് നേരിട്ട് ഭരണാധികാരിയെ കണ്ട് പരാതി ബോധിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക വഴി ഏറ്റവും ചരിത്രപരമായ ഭരണപരിഷ്കാരങ്ങൾ നടത്തിയ മുഗൾ ചക്രവർത്തിയാണ് ഔറംഗസീബ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിനെതിരെ നിരുത്തരവാദപരവും അതുപോലെ സത്യത്തിന് നിരക്കാത്തതുമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ സ്മരിക്കുക എന്ന് പറയുന്നത് വലിയൊരു നന്മയാണ്. അത് സത്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടവുമായി നമ്മൾ കാണുന്നു. അവസാനം